கர்த்தருக்கு காத்திருக்கிறவர்களே, நீங்கள் எல்லோரும் திடமனதாய் இருங்கள். அவர் உங்கள் இருதயத்தை ஸ்திரப்படுத்துவார். சங்கீதம் 31:24. Be of good courage, and he shall strengthen your heart, all ye that hope in the Lord. Psalms 31:24. கர்த்தருடைய பரிசுத்த நாமம் மகிமைப்படுவதாக. கிறிஸ்துவுக்குள் மிகவும் பிரியமானவர்களே, மகிழ்ச்சிகரமான இந்த 3வது மாதத்தின் முதல் நாளிலே காட் கூசிஸ் மினிஸ்ட்ரி சார்பாக தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் உங்கள் ஊழியங்களையும் ஆசீர்வதிப்பாராக. தேவனாகிய கர்த்தர் இந்த மாதத்திலே உங்கள் முன்பாக சென்று எல்லா தடைகளையும் அகற்றுவார் என்று விசுவாசித்து அதை உறுதிப்படுத்துகிறேன். தேவனுடைய கிருபையும் சமாதானமும் பாதுகாப்பும் தயவும் உங்களோடு இருக்க வாழ்த்துகிறேன். இந்த மாதத்திலே தேவனாகிய கர்த்தர் நமக்கு முன்பாக சென்று சகல தடைகளையும் நீக்கி நாம் ஜெயம் கொள்ளும்படியாக, நாம் கர்த்தருக்குள் மகிழ்ந்திருக்கும்படியாக அவர் நமக்கு உதவி செய்வார். தொடர்ந்து தேவனுடைய நாமத்தை எல்லா சூழ்நிலைகளிலும் துதிக்கவும் ஸ்தோத்தரிக்கவும் உங்களை ஒப்புக்கொடுங்கள். அவருடைய இரக்கம் பெரியது. தொடர்ந்து அவர் உங்களை நடத்த உண்மையுள்ளவராயிருக்கிறார். தேவனாகிய கர்த்தர் உங்களையும் உங்கள் குடும்பங்களையும் ஆசீர்வதிப்பாராக. ஆமென். ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ ദൈവം കൃപ നൽകി നമ്മെ അനുഗ്രഹിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവം എത്ര നല്ല ദൈവമാണ്, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ് എന്ന് നമുക്ക് ഒരിക്കൽ കൂടി രുചിച്ചറിയുവാൻ ദൈവം കൃപ നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ സംഭവബഹുലമായ ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാം ഇപ്പോൾ സ്തോത്രം ഒരു ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു സമയവും കൂടെയാണ്. ആകയാൽ നമ്മൾ വളരെയധികം പ്രാർത്ഥനയോടെ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കേണ്ടതാണ്. ഈ മിനിസ്ട്രിയെ ഓർത്ത് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഗോഡ് ഹൂസീസ് മിനിസ്ട്രിയെയും അതിന് നേതൃത്വം കൊടുക്കുന്ന തോമസ് സാറിനെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ശുശ്രൂഷകന്മാർക്കും ദൈവം തൻ്റെ കൃപാദാനങ്ങളെ നൽകി അനുഗ്രഹിക്കേണ്ടതിന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നു. ദൈവം ധാരാളമായി മാനിക്കട്ടെ. ഇന്ന് ഈ പ്രഭാതത്തിലെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ ദൈവവചനത്തിൽ നിന്ന് തിരഞ്ഞെടുത്തത് എൻ്റെ ഹൃദയത്തിൽ ദൈവം പ്രകാശിപ്പിച്ചതായ ഒരു വാക്യമാണ് ഞാൻ ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 24 മുതലുള്ള ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞു. ദേശമെങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവമാരുണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സെരാപ്തിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അതുകൊണ്ട് എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികളുണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാനല്ലാതെ അവരിൽ ആരും ശുദ്ധരായി തീർന്നില്ല എന്ന് അവൻ പറഞ്ഞു. പള്ളിയിലുള്ളവർ ഇത് കേട്ടു. എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റു അവനെ പട്ടണത്തിന് പുറത്താക്കി അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ ഇടയിൽ കൂടി കടന്നുപോയി. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ്, ഒരു പ്രസ്താവന, ആ പ്രസ്താവനയ്ക്ക് യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ ശാസ്ത്രിമാരും പരീശന്മാരും എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന, യേശുവിനെ പരീക്ഷിക്കാനും മറ്റു പല കാര്യങ്ങൾക്കുമായി കൂടെ ഉണ്ടായിരുന്ന അവർ ഈ വാക്കുകൾ കേട്ടപ്പോൾ കോപപരവശരായി അവർ യേശുവിനെ നശിപ്പിച്ചു കളയുവാൻ ചിന്തിക്കുന്നതായ ഒരു ഭാഗത്താണ് നമ്മൾ വായിച്ച് കേൾക്കുവാനിടയായത്. യേശു പറഞ്ഞത് ഇപ്രകാരമാണ്: ഒരു പ്രവാചകനും തൻ്റെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുന്നത്, ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടച്ചിട്ടു. ദേശമെങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ
ഇസ്രായേലിൽ പല വിധവന്മാരും ഉണ്ടായിരുന്നു എന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരാപ്തിയിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കലേക്ക് ഏലിയാവിനെ അയച്ചില്ല. ഔവണ്ണം എലീശ പ്രവാചകന്റെ കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായില്ല എന്ന് അവൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ വാക്കുകൾ കേട്ടപ്പോഴാണ് ശിഷ്യന്മാർ, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ യേശുവിനെ തള്ളിയിട്ട് മലയിൽ കയറ്റി തള്ളിയിട്ട് കൊന്നുകളവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ, യേശു സ്തോത്രം സ്നാനപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി താൻ മരുഭൂമിയിലേക്ക് ആത്മാവിനെ നടത്തിക്കൊണ്ടു പോയി എന്നാണ് നമുക്ക് ലൂക്കോസിൽ 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നത്. പ്രൈസ് ദി ലോർഡ്. അവിടെ 40 ദിവസത്തോളം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. അതിനുശേഷം പിശാചിന് സകല പരീക്ഷയും തികച്ചു. പിശാച് പരാജയപ്പെട്ടു പിന്മാറി. തൽക്കാലത്തേക്ക് അവൻ പിന്മാറി എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും നമുക്ക് കാണുന്നു 14-ാമത്തെ വാക്യം, യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. യേശു പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ സ്നാനപ്പെട്ട് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടത് 40 ദിവസങ്ങൾ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം യേശു പിശാചിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, അവൻ ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. യേശു 4:1 കാണുന്നു, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. സ്തോത്രം. അവൻ തീർന്നു. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഈ 2 വാക്യങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ യേശുവിൻ ആത്മനിറവോടെയുള്ള ജീവിതം, യേശുവിൻ്റെ ആത്മനിറവോടെയുള്ള ശുശ്രൂഷ എന്നീ 2 ഭാഗങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യേശു പല ദിവസങ്ങൾ അവിടെ ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും, ഗലീലയിൽ കടന്നു വന്ന് ശുശ്രൂഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊങ്ങും പരന്നു. അവനവിടെ സ്തോത്രം മത്തായിയുടെ സുവിശേഷവും മാർക്കോസിൻ്റെ സുവിശേഷവും ഒക്കെ നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, ആത്മശക്തിയോടെ പല രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി എന്നൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതങ്ങൾ യേശുവിൻ്റെ കരങ്ങളിലൂടെ നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ യേശുവിൻ്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. അവരെല്ലാവരും യേശുവിനെ കുറിച്ച് പ്രശംസിപ്പാനിടയായി. അതിനുശേഷമായിട്ട് അടുത്ത വാക്യങ്ങൾ നമുക്ക് കാണുന്നത് 16-ാം വാക്യത്തിൽ കാണുന്നു, അവൻ യേശു വളർന്ന നസ്രയത്തിൽ വന്നു. ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വചനം വായിപ്പാൻ എഴുന്നേറ്റു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വാങ്ങി നിവർത്തി അവനത് വായിപ്പാനിടയായി. അതിനുശേഷം ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാൻ, പീഡിതന്മാരുടെ വിടുവിപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള വചനം യേശു വായിച്ചതിന് ശേഷം അവൻ ഇരുന്നു. പിന്നെ സ്തോത്രം അവൻ അവരെ ഉപദേശിച്ചു. അവരുടെ ഉപദേശത്തിൽ, യേശുവിൻ്റെ ഉപദേശത്തിൽ അവരൊക്കെയും വിസ്മയിപ്പാനിടയായി. 22-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ചിലർ പറഞ്ഞു, അവർ ജനങ്ങളിലേക്ക് വലിയ ആശ്ചര്യമാണ് യേശുവിൻ്റെ ഉപദേശത്തിൽ ഉണ്ടായത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവനൊരു റബ്ബിയാണ്. അനേകം നാളുകൾ പ്രൈസ് ദി ലോർഡ് ദൈവത്തിൻ്റെ വചനം അഭ്യസിപ്പിച്ച് റബ്ബി എന്നുള്ള സ്ഥാനം കരസ്ഥമാക്കിയ യേശു ആണ് അവരുടെ ഈ പരിശുദ്ധാത്മ നിയോഗത്താൽ ആത്മനിറവോടെ ശുശ്രൂഷിച്ചപ്പോഴേക്കും ജനങ്ങളെല്ലാം ഇന്നുവരെ കേട്ടിട്ടില്ലാത്ത ഉപദേശം കേട്ട് അവൻ്റെ ഉപദേശത്തിൽ വിസ്മയിപ്പാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ് എന്ന് എഴുതിയിരിക്കുന്നു. കണ്ടോ, വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നു, അവൻ്റെ ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. അവർ പറയും, 22-ാമത്തെ വാക്യം പറയണം, ഇവൻ യോസഫിൻ്റെ മകനല്ലയോ എന്ന് ചിലർ പറഞ്ഞു. അവൻ അവരോട് ചിലർ പറഞ്ഞു, ഈ യോസഫിൻ്റെ മകനല്ലേ, നമ്മുടെ ഇടയിൽ പാർക്കുന്ന അവൻ്റെ സഹോദരന്മാരൊക്കെ നമ്മുടെ ഇടയിലല്ലേ പാർക്കുന്നത് എന്ന് അവരവരോ പറയുവാനിടയായി തീർന്നു. എന്നാൽ ഇവിടെ അടുത്ത വാക്യം നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, അവൻ അവരോട് ഈ വാക്കുകൾ പറഞ്ഞപ്പോൾ യേശുവോട് പറയുകയാണ്, നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും
കഫർന്നഹൂമിൽ ഉണ്ടായി കേട്ടതെല്ലാം ഈ നിന്റെ പിതൃഭവനത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയുന്ന സമയം വരും. യേശു പറഞ്ഞ വാക്യം ഇതാണ്. നിങ്ങൾ എന്നെ വീണ്ടും എന്നെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യും. ഒരു പ്രവാചകനും തൻ്റെ സ്വന്തം ദേശത്ത് പ്രശംസയില്ലാത്തവനല്ല, സമ്മതനില്ലാത്തവനല്ല എന്ന് ഈ കോണ്ടക്സ്റ്റിലാണ് യേശു അവരോട് പറയാനിടയെ. ചിലർ നീരസപ്പെട്ടു, ചിലർ പറഞ്ഞു ഇവൻ നല്ല ശുശ്രൂഷയാണ്, ഇവൻ്റെ വായിലെ വാക്കുകൾ ലാവണ്യ വാക്കുകളാണ്, ദൈവത്തിൻ്റെ അരുളപ്പാടാണ്, അവൻ്റെ അരുളപ്പാട് പോലെ അവർക്ക് തോന്നി. അവർ യേശു ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ വിസ്മയിച്ചു കഴിഞ്ഞപ്പോൾ ചിലർ പറഞ്ഞു എന്താണ് യേശുവിനെ തിരസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവൻ ഈ യോസഫിൻ്റെ മകനല്ലേ, ഇവൻ്റെ സഹോദരന്മാരൊക്കെ നമ്മോട് കൂടെ ഇല്ലേ എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ മറ്റു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോഴാണ് യേശു പറഞ്ഞത്, സ്തോത്രം, നിങ്ങൾ എന്നെ തള്ളിക്കളയുന്ന സമയം വരും എന്ന് യേശു പറഞ്ഞു. ഒരു പ്രവാചകൻ തൻ്റെ സ്വന്തം ദേശ സമ്മതനല്ല. എന്നിട്ട് യേശു പറഞ്ഞ വാക്യമാണ്, ഏലിയാവിൻ്റെ കാലത്ത് ആകാശം 3 ആണ്ടും 6 മാസവും അടഞ്ഞിട്ടു. ദേശമെങ്ങും മഹാക്ഷാമമുണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവന്മാരുണ്ടായിരുന്നെങ്കിലും അവരുടെ ആരുടെയും അടുക്കലേക്ക് സ്തോത്രം ഏലിയാവിനെ ദൈവം അയച്ചില്ല. വീണ്ടും ഒരു കാര്യം കൂടെ പറയുകയാണ്. എന്നാൽ ആ കാലഘട്ടത്തിൽ, ആ സമയം ഏലീശയുടെ കാലഘട്ടത്തിൽ ഇസ്രായേലിൽ അനേക കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നെങ്കിലും നയമാനല്ലാതെ ഒരൊറ്റ ഒരുത്തൻ സൗഖ്യമായില്ല. ഈ സ്തോത്രം, ഈ സാരാഫത്തിലെ വിധവയും സ്തോത്രം, അതുപോലെ ഈ നയമാനും യഹൂദന്മാരല്ല, അത് പുറജാതിക്കാരാണ് എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം 8-9 വാക്യങ്ങളും 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഏലിയാവിനെ ദൈവം സ്തോത്രം കെരീത്തോട്ടിലെ വെള്ളം വറ്റിയപ്പോൾ സാരാഫത്തിലെ ഒരു വിധവയുടെ അടുക്കലേക്കാണ് അയച്ചത്. നമുക്കറിയാം, ആ പശ്ചാത്തലം നമുക്കറിയാം. ഏലിയാവ് ആ കുടുംബത്തിൽ, ആ സാരാഫത്തിലേക്ക് ചെന്നു. വിധവയുടെ വീടിനടുക്കൽ ചെന്നപ്പോൾ പ്രൈസലോട് വിധവയും മകനും വെറുപെറുക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഏലിയാവ് കാണുന്നത്. ദൈവം പറഞ്ഞത്, നിനക്ക് വേണ്ടി ആഹാരം ഞാൻ അവിടെ കൽപ്പിച്ചിട്ടുണ്ട്, ഞാനൊരു വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട്, നിനക്ക് വേണ്ട ആഹാരം അവിടെ ലഭിക്കുമെന്ന് പറഞ്ഞ് ആ വിധവയെയും ആ മകനെയും കണ്ടു കഴിഞ്ഞപ്പോൾ സ്തോത്രം, അവര് വിറക് പെറുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് കാണാൻ കഴിഞ്ഞത്. ഏലിയാവ് ആ വിധവയോട് അല്പം വെള്ളം ചോദിച്ചു. വെള്ളം എടുക്കാൻ കടന്നു പോകുമ്പോൾ ഒരു ചെറിയ അടകൂടെ ചോദിപ്പാനിടയായി. അപ്പോൾ വിധവ പറയുന്ന വാക്കാണ് ഇവിടെ വളരെ ശ്രദ്ധേയമായത്. പറയുന്നു 11-ാമത്തെ വാക്യം, ഒരു കഷണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് അവൻ അവളോട് വിളി പറഞ്ഞു. അതിന് അവൾ, നിന്റെ ദൈവമായ യഹോവയാണേ. കാരണം ഈ പ്രവാചകനെ കണ്ടപ്പോൾ ഈ പുറജാതിക്കാരിയായ ഈ സ്തോത്രം സീദോനിലെ സാരാഫത്തിലുള്ള ഈ വിധവയ്ക്ക് മനസ്സിലായി, പ്രൈസ് ദി ലോർഡ്, ഇവനൊരു പ്രവാചകനാണെന്ന്. അവൾ പറയുകയാണ്, അതിന് നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമല്ലാതെ എനിക്ക് ഒരു അപ്പവും ഇല്ല. ഞാൻ ഇതാ 2 വിറക് പെറുക്കി വന്ന് ഇതുകൊണ്ട് അപ്പം ഉണ്ടാക്കി മകന് കൊടുത്ത് ഞങ്ങൾ മരിപ്പാനിരിക്കുകയാണ് എന്നാണ് ആ വിധവ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇവിടെയാണ് യഹൂദന്മാർക്ക് സ്തോത്രം, ഈ വാക്ക് പറഞ്ഞപ്പോഴാണ് യഹൂദന്മാർക്ക് യേശുവിനോട് കലിവ് തോന്നിയത്. എന്താ കാരണം? സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം, ഈ സീദോൻ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വിഗ്രഹാരാധന ഇസ്രായേലിൽ പുറപ്പെട്ടത്. ഈ സീദോന്റെ രാജകുമാരിയെയാണ് അവിടുത്തെ രാജാവായിരുന്ന ആഹാബ് കല്യാണം കഴിച്ചത്. പ്രൈസ് മാത്രമല്ല, അതിലൂടെ വിഗ്രഹാരാധനയും സ്തോത്രം, അവരുടെ ദേവനായ ബാലിനെ വർഷിപ്പ് ചെയ്യുന്നത്, ആരാധിക്കുന്നതും ഇസ്രായേലിൽ കൊണ്ടുവന്നത് ഈ രാജകുമാരിയായിരുന്ന പ്രൈസ് ദി ലോർഡ് ആഹാബിൻ്റെ ഭാര്യ ഇസബേലാണ് എന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നു. ഇവിടേക്ക് തന്നെയാണ്, ഈ സ്ഥലത്തേക്ക് തന്നെയാണ് യെശയ്യാവിനെ ദൈവം പറഞ്ഞയക്കുന്നത് എന്ന് നമ്മൾ മറന്നു കളയരുത്. അവിടെ പോയി അവിടെയുള്ള വിധവയെ എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധനയുടെ, ബാൽ വർഷിപ്പിൻ്റെ ഈറ്റില്ലമായിരിക്കുന്ന, കേന്ദ്രമായിരിക്കുന്ന, ഉത്ഭവസ്ഥാനമായിരിക്കുന്ന ഈ സീദോനിൽ കടന്നുപോയി അവിടെയാണ് ഏലിയാവിന് സ്തോത്രം ദൈവം അവിടെ ഒരു വിധവയ്ക്ക് ആഹാരം കൊടുത്തത്.
കൊടുത്തതിലൂടെ ദൈവം അവിടെ പോഷിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യേശുവോടെ പറഞ്ഞത്, ആ നാട്ടിൽ ഇസ്രായേലിൽ അനേക വിധവമാരുണ്ടായിരുന്നു, എങ്കിലും അവരുടെ അടുക്കലേക്ക് ആരുടെ അടുക്കലേക്കും ഏലിയാവിനെ പറഞ്ഞയച്ചില്ല. മറിച്ച് എവിടെയാണ്? ഒരു പുറജാതിക്കാരിയായ വിധവയുടെ അടുക്കലേക്കും കുഞ്ഞിൻ്റെ അടുക്കലേക്കുമാണ് യേശുവിനെ പറഞ്ഞയച്ചത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുക, ദൈവത്തിന് സ്തോത്രം. ഈ വിധവ തൻ്റെ വാക്കുകൾ വിശ്വസിച്ചു, യേശുവിൻ്റെ വാക്ക് അല്ലെങ്കിൽ ഏലിയാവിൻ്റെ വാക്ക് കേട്ട് വിശ്വസിച്ചു. ഒരടയൊരുക്കി ഉണ്ടാക്കി ഏലിയാവിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവളുടെ മാവ് തീരാതെ വണ്ണം ക്ഷാമം തീരുന്ന കാലം വരെയും അവളുടെ മാവ് തീർന്നു പോയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോയില്ല. അവളും അവളുടെ കുടുംബവും ബന്ധുക്കളും ഏലിയാവും അവിടെ ആഹാരം ഭക്ഷിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിപ്പിക്കുന്ന കാര്യം എന്താണ്? യേശു അവരോട് പറഞ്ഞത് ഇതാണ്: നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ ദൈവത്തെ നിന്ദിക്കുകയും പരീക്ഷിക്കുകയും ദൈവത്തെ ഉപേക്ഷിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളുടെ അടുക്കലേക്കല്ല ഏലിയാവിനെ അയച്ചത്. ഇസ്രായേലിൽ അനവധി വിധവമാരുണ്ടായിരുന്നെങ്കിലും നിങ്ങളുടെ വിധവമാരാരും ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിന് വിരോധമായി നിലകൊണ്ടപ്പോൾ ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് അംഗീകരിക്കുന്നവർ വിജാതികളുടെ ഇടയിലുമുണ്ട്. അവരുടെ അടുക്കലേക്കാണ് ഏലിയാവിനെ ദൈവം അയച്ചത്. നിങ്ങൾക്ക് വേണ്ട എങ്കിൽ ജാതികൾക്ക് ദൈവത്തെ വേണം എന്നുള്ള സന്ദേശമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മാത്രമല്ല, ഇസ്രായേലിന് 40 സംവത്സരം സ്തോത്രം ആഹാരം കൊടുത്ത്, മരുഭൂമിയിൽ ആഹാരം കൊടുത്ത് പോഷിപ്പിച്ച ദൈവം ഇവിടെ അവർക്ക് ലഭിക്കേണ്ട വെള്ളവും ആഹാരവും ദൈവം മുടക്കി 3.5 വർഷമായിട്ട് ദൈവം മുടക്കി നിർത്തിയിരിക്കുകയാണ്. എന്നാൽ സ്തോത്രം, ഇവർക്ക് ആഹാരമില്ല. 40 വർഷം ഇസ്രായേലിനെ പോറ്റിയ ദൈവത്തിന് ഇവരെ പോറ്റാൻ കഴിയുകയില്ലായിരുന്നു. ഇവർ ദൈവത്തെ ഉപേക്ഷിച്ച് ബാലിനെ സേവിക്കാൻ ചെയ്തതുകൊണ്ട് ഇവരുടെ ആഹാരം ദൈവം മുട്ടിച്ചു കഴിഞ്ഞപ്പോൾ 3.5 വർഷക്കാലം മഴ പെയ്ത് ആഹാരം ഉണ്ടാകുന്ന കാലം വരെയും ഈ വിധവയ്ക്ക് ദൈവം മന്ന കൊടുത്ത് ദൈവം അവരെ പോഷിപ്പിക്കുവാനിടയായി. ദിവസവുമുള്ള മന്ന അവരുടെ ആ ഭരണിയിലെ എണ്ണ കുറയാതെ, അവരുടെ പാത്രത്തിലെ മാവ് കുറയാതെ ദൈവം അവരെ സംരക്ഷിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. അതാണ് ദൈവം ഇവിടെ പറയുന്നത്, അല്ലെങ്കിൽ യേശു ഇവിടെ പറയുന്നത്. അതുപോലെ അനേക കുഷ്ഠരോഗികൾ അവിടെ ഇടയിൽ ഉണ്ടായിരുന്നെങ്കിലും എലീശയുടെ കാലത്ത് ഒരു നയമാനല്ലാതെ മറ്റാരെയും ദൈവം സൗഖ്യമാക്കിയില്ല. നയമാൻ എലീശയുടെ വാക്ക് കേട്ട് യോർദാനിൽ മുങ്ങി. സ്തോത്രം. ഇസ്രായേലിൽ ഒരു പ്രവാചകൻ ഉണ്ടെന്ന് മനസ്സിലാക്കി, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കി. സ്തോത്രം. ഈ നയമാൻ എലീശയുടെ അടുക്കിലേക്ക് വരാനിടയായി. തൻ്റെ സൗഖ്യമാക്കി, തൻ്റെ ശരീരം ഒരു ബാലൻ്റെ ശരീരം പോലെ ആക്കി തീർത്തു. പറഞ്ഞതിൻ്റെ വാക്യത്തിൻ്റെ അർത്ഥം എന്താണ്? അനുസരിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത്. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുന്നത്. ദൈവത്തെ അനുസരിക്കാതെ അന്യ ആരാധനയിലേക്ക് മടങ്ങുന്നവർക്ക്, ദൈവത്തെ ഉപേക്ഷിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കാൻ സാധ്യമല്ല എന്നാണ് നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, സ്തോത്രം. ഏലിയാവിൻ്റെ കാലത്ത്, എലീശയുടെ കാലത്ത് ദൈവം ജാതികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. യേശു ക്രിസ്തുവിൻ്റെ കാലത്ത് അവർ യേശുവിനെ നിന്ദിക്കുകയും പരീക്ഷിക്കുകയും ഇവൻ ഈ തച്ചൻ്റെ മകനല്ലയോ എന്ന് ചോദിച്ച് ആക്ഷേപിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ യേശുവിനെ സ്വന്തം ദേശക്കാർ അംഗീകരിക്കാതെ ഇരിക്കുന്നു. ഇവൻ ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നവൻ ആരാണ്? ഇവൻ ഈ നമ്മുടെ ഇടയിലുള്ളവനല്ലേ? അവൻ്റെ അമ്മയൊക്കെ നമ്മുടെ കൂടെ ഇല്ലേ? ഇവൻ എന്നാ ചെയ്യാനാണ് എന്നുള്ള മനോഭാവം അവർ വെച്ചു പുലർത്തി. അവരുടെ അഹങ്കാരം ദൈവത്തെ ഉപേക്ഷിച്ചത്. അതുകൊണ്ടാണ് യേശു ആ വാക്ക് പറഞ്ഞപ്പോൾ അവർക്ക് കോപം ഉണ്ടാകുവാനിടയെ. കാരണം അവരുടെ പിതാക്കന്മാർ തെറ്റ് ചെയ്തു എന്നുള്ള പറഞ്ഞപ്പോൾ അവരും അതേ തെറ്റുതിനെ ആവർത്തിക്കുന്നു പറഞ്ഞപ്പോഴാണ് അവർ കോപം ഉണ്ടാകുവാനിടയായത്. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കുക, നമുക്ക് യേശുവിനെ, ദൈവത്തെ വേണ്ടെങ്കിൽ ദൈവത്തെ വേണ്ട അനേക ആയിരങ്ങൾ വിജാതീയരായിട്ട് വെളിൽ സ്ഥലങ്ങളിൽ കിടക്കുന്നുണ്ട്. അവരെ ദൈവം രക്ഷിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമുക്ക് ദൈവത്തെ അറിയാൻ ഒരു ഭാഗ്യം നൽകി. ആ ദൈവത്തെ നമ്മൾ ഉപേക്ഷിച്ചാൽ ദൈവത്തെ അറിയാതെ കിടക്കുന്ന അനേകർക്ക് വേണ്ടി ദൈവം കരുണ കാണിക്കും. നമ്മളോ നമ്മുടെ തലമുറകളോ നഷ്ടപ്പെട്ടു പോകുവാനിടയായിത്തീരും. ഇന്ന് ഈ പകൽക്കാലം, ഈ പ്രഭാതത്തിൽ, ഈ 16-ാം തീയതി, മാർച്ച് മാസം 16-ാം തീയതി, ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ദൈവത്തിന് നമ്മളോട് പറയാനുള്ളത്, ഒരിക്കലും ദൈവത്തെ പരിഹസിച്ചുകൂടാ. ദൈവത്തിൻ്റെ ശുശ്രൂഷകളെ നമ്മൾ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ നമ്മൾ നള്ളിഫൈ ചെയ്യരുത്. അത് ചെറുതായി കാണരുത്. അതിന്
ദൈവത്തിൻ്റെ പ്രവൃത്തിയായി അംഗീകരിച്ച് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കുക. ദൈവത്തെ ഒരു നാളും ഉപേക്ഷിക്കരുത്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവം ഈ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആര് ദൈവത്തെ അനുസരിക്കുന്നോ അവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഇസ്രായേൽ ജനങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചപ്പോൾ ദൈവം അവരെ ഉപേക്ഷിപ്പാനിടയായി. എന്നാൽ ഹല്ലേലൂയ, പുറത്തുള്ള ജാതികൾ ദൈവനീതിയോടെ ജീവിച്ച് ദൈവത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ തയ്യാറായപ്പോൾ, ദൈവത്തെ അന്വേഷിപ്പാൻ തയ്യാറായപ്പോൾ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു എന്ന് നമ്മൾ കാണാൻ കഴിയുന്നുണ്ട്. നമ്മളില്ലെങ്കിലും ദൈവത്തിന് അനേക ആളുകളുണ്ട് എന്ന് ഈ പ്രഭാതത്തിൽ നമ്മൾ മനസ്സിലാക്കുവാൻ ഇടയായി തീരണം. പ്രിയമുള്ളവരെ, തിരുക്കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇന്ന് ഈ പ്രഭാത ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പരിശുദ്ധ നിമിഷത്തിനായി സ്തോത്രം. ഈ വാക്ക് കേട്ട ഞങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവെ, ജാതികൾക്ക് വേണ്ടി, ദൈവത്തെ അറിയാത്തവർക്ക് വേണ്ടി ദൈവമേ, അവർ ദൈവത്തെ അനുസരിച്ചപ്പോൾ ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവത്തെ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഓർക്കുകയാണ്. കർത്താവെ, വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവമേ, അനേകർക്ക് നന്മ കാണാൻ കഴിയാതെ പോയി, അനേകർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയാതെ പോയി. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെടുമെന്ന് വിശ്വസിച്ചിരുന്നവരൊക്കെ അവിശ്വാസത്താൽ പ്രാപിക്കാതെ കടന്നു പോയപ്പോൾ, യഹോവയെ ഉപേക്ഷിച്ചതിനാൽ അവരുടെ നന്മകൾ നഷ്ടമായി പോയപ്പോൾ, ഇതാ യഹോവയെ അന്വേഷിക്കാത്തവർ എല്ലേലും ദൈവത്തിൻ്റെ വചനം ഒരു നിമിഷ നേരത്തേക്ക് അനുസരിച്ചത് മുഖാന്തരം അവരെയൊക്കെ അവരുടെ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പകൽക്കാലം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശേഷം തോമസ് സാറിനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കണം. എന്നോടുള്ള ടീമിനെ ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഞങ്ങളെ മാനിക്കണം, അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ, നിനക്കെന്നും ആരാധന. ചങ്കിലെ ചോര നീ എനിക്കായൊഴുക്കി, നിൻ ദേഹമെനിക്കായി പകുത്തു തന്നു. ചങ്കിലെ ചോര നീ എനിക്കായൊഴുക്കി, നിൻ ദേഹമെനിക്കായി പകുത്തു തന്നു. എൻ ഘോര പാപങ്ങൾ നീ പൊറുത്തു, എനിക്കായി കുരിശിൽ നിൻ ജീവനേകി. എൻ ഘോര പാപങ്ങൾ നീ പൊറുത്തു, എനിക്കായി കുരിശിൽ നിൻ ജീവനേകി. എനിക്കായി കുരിശിൽ നിൻ ജീവനേകി. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ
ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും ആരാധന. നിന്മാംസരക്തങ്ങൾ ജീവന്റെ ഭോജ്യമായി എന്നുമെന്നുള്ളിൽ വസിച്ചിടുന്നു. നിന്മാംസരക്തങ്ങൾ ജീവന്റെ ഭോജ്യമായി എന്നുമെന്നുള്ളിൽ വസിച്ചിടുന്നു. കാരുണ്യമേകുന്ന കാൽവരിനാഥ എന്നുമെന്നും നിനക്കാരാധന. കാരുണ്യമേകുന്ന കാൽവരിനാഥ എന്നുമെന്നും നിനക്കാരാധന. ആരാധന സ്തുതി ആരാധന. സ്നേഹിതർക്കായി സ്വയം ജീവനേകിയ നിത്യമാം സ്നേഹമേ ആരാധന. അപ്പമായെന്നും കൂടെ വാഴുന്ന ദൈവമേ നിനക്കെന്നും ആരാധന.